ജയ്പൂരിലെ ഒരു പ്രഭാതം. രാവിലെ തന്നെ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ പൗരാണിക നഗരം പരമാവധി കാണണം എന്നതായിരുന്നു ഉദ്ദേശം. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ പിങ്ക് സിറ്റി ലക്ഷ്യമാക്കി നീങ്ങി. കാർ കണ്ടതും വിവിധ ഏജന്റുമാർ പ്രത്യക്ഷപ്പെട്ടു. കൂട്ടത്തിൽ കാശും കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച് ഞങ്ങൾ ഒരാളുടെ കൂടെ കൂടി. एलिफेंट विलेज, मौज मेले, एक यहाँ का ट्रेडिशनल मार्केट है जहाँ पे घर के लिए जयपुर की फेमस और ट्रेडिशनल चीज़ें मिलती और बनती है। यही अंदर सिटी पैलेस में जाने का तो बहुत टाइम लगता है ना। अंदर तो देखो वो तो प्राइवेट म्यूजियम बना हुआ है सिटी पैलेस तो, बाकी अंदर घूमने में 1 से 1.5 घंटा लगता है। तो मैं आपको टिकट विंडो पे लेके चलूंगा, टिकट दिला के फिर आपको अंदर उसको जाना पड़ेगा। फिर आप वेट करेगा, मैं आपका वेट कर लूंगा। ആദ്യം റിക്ഷയിലൊരു കറക്കം. ഈ തിരക്കേറിയ നഗരത്തിൽ കാറിനേക്കാൾ സൗകര്യം ഇവിടത്തെ മുക്കുമൂലയും അറിയാവുന്ന ഇവരുടെ കൂടെ റിക്ഷയിൽ പോകുന്നതാണ്. ഈ പിങ്ക് സിറ്റിയിൽ പണ്ടുമുതൽ തന്നെ ഈ നിറം ആതിഥേയത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. 1876 ബ്രിട്ടീഷ് രാജാവായ പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അതിന് ആദരമായിട്ടാണ് ജയ്പൂരിലെ കെട്ടിടങ്ങളെല്ലാം പിങ്ക് നിറത്തിലാക്കിയത്. പിങ്ക് നിറം ആതിഥേയത്തിന്റെ പ്രതീകമായതിനാൽ മഹാരാജ രാം സിംഗ് ഈ നഗരം മുഴുവൻ പിങ്ക് നിറത്തിൽ അലങ്കരിക്കുകയായിരുന്നു. ഈ ആചാരം ഇന്നും തുടരുന്നു. ജയ്പൂരിൻ്റെ പഴയ നഗരഭാഗം, പ്രത്യേകിച്ച് ഹവാമഹൽ, സിറ്റി പാലസ് എന്നിവയുടെ ചുറ്റുപാടുകൾ മാത്രമാണ് ഇപ്പോഴും പിങ്ക് നിറം പാടെ കാക്കുന്നത്. ബാക്കി നഗരഭാഗങ്ങൾ പൊതുവെ ആ ഐഡന്റിറ്റി കൈവിട്ടിരിക്കുന്നു. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജൽമഹലിലാണ്. നല്ല വെയിലുണ്ടായിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് മങ്ങിത്തുടങ്ങി. അപ്രതീക്ഷിതമായി കാർമേഘങ്ങൾ വന്ന് മൂടിത്തുടങ്ങിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ജൽമന്ദിർ. ഇപ്പോഴവിടേക്കുള്ള പ്രവേശനം നിയന്ത്രിതമാണ്. ഈ ജൽമഹൽ നിർമ്മിച്ചിരിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൽ രാജാവ് മഹാരാജ മോദ സിംഗ് ഒന്നാമനാണ്. ഇത് നിർമ്മിച്ചത് ആദ്യം വന്യജീവികൾക്കായുള്ള വേട്ടത്താവളം കൂടിയായിട്ടാണ്. ഇപ്പോഴിത് രാജകീയ വിശ്രമ കേന്ദ്രമായി ഉപയോഗിച്ചു വരുന്നു. ജൽമഹൽ മാൻസാഗർ തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 5 നിലകളാണുള്ളത്. ഇവയിൽ 4 നിലകളും വർഷം മുഴുവൻ ജലത്തിനടിയിലായിരിക്കും. ഇവിടമെല്ലാം കുറച്ചുനേരം ചുറ്റിയടിച്ച് നടന്നതിനു ശേഷം റിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഈ റിക്ഷായാത്ര എല്ലാവരും വളരെയധികം ആസ്വദിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കുട്ടികൾ. പിന്നീട് സിറ്റി പാലസിലേക്ക്. ഇവിടുത്തെ കാഴ്ചകൾ അത്യന്തം മനോഹരമായിരുന്നു. അത് വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം. വീണ്ടും ഈ നഗരത്തിലൂടെ യാത്ര തുടർന്നു. ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് പിങ്ക് കളർ ഇല്ലല്ലോ എന്ന ചോദ്യത്തിന് സൂര്യൻ്റെ വൈകീട്ടത്തെ പ്രകാശമേൽക്കുമ്പോൾ ഇവ പിങ്ക് നിറത്തിൽ കാണാനാകും എന്നാണ് നമ്മുടെ റിക്ഷാക്കാരൻ പറഞ്ഞത്. ഇനി ജന്തർ മന്ദിറിലേക്ക്. ഇതൊരു ശാസ്ത്രീയ വിസ്മയമാണ്. यहाँ से इसको पार करने के बाद जेम्स यूनिवर्सिटी लग जाता है, जिसके